വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനുള്ള സുപ്രധാന നീക്കത്തിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. എയിമയുടെ ദേശീയ നിർവാഹക സമിതി മീറ്റിംഗിലാണ് ഈ തീരുമാനമെടുത്തത്. പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇതിന് എയിമയുടെ സംസ്ഥാന യൂണിറ്റുകളും ശ്രീ ഗോകുലം ഗ്രൂപ്പും പിന്തുണ നൽകും. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സുരക്ഷിതമായ ഇടം ഉറപ്പാക്കാനുള്ള എയിമയുടെ പ്രതിബദ്ധത ശ്രീ ഗോപാലൻ എടുത്തു പറഞ്ഞു. അവിടുത്തെ 200ഓളം വീടുകൾ നഷ്ടപ്പെട്ട് ബന്ധുജനങ്ങൾ അനേകം പേരും, അതായത് ഒരു വീട്ടിൽ 3 പേര് വെച്ചാൽ തന്നെ 200-600 പേരോളം കാണും. അതിൽ 230 പേരോളം കണ്ടു, ബാക്കിയൊക്കെ കാണാതിരിക്കുകയാണ്. അത് ഗവൺമെൻറ് മാക്സിമം അതിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരാശ്വാസം തോന്നുകയാണ്. ഇതിനു വേണ്ടി എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതായത് ഒരു സംഘടനയുണ്ട്, എയിമ എന്നൊരു സംഘടന, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. അതെല്ലാം മലയാളികൾ മുഴുവനും ഞങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാവരും അതിനുവേണ്ടി അവരാൽ സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗോകുലം ഗ്രൂപ്പും എയിമയും ചേർത്ത് 25 വീടുകൾ വെച്ച് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഞാനവിടെ പോവും. അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ സംഘടനക്കും എനിക്കുമുണ്ട്, പ്രത്യേകിച്ച് ഗോകുലം ഗ്രൂപ്പിനുണ്ട്, എയിമക്കുമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് ചെയ്യും. തൽക്കാലം ഒരു ഓഫർ എന്ന രീതിയിൽ, ആദ്യത്തെ ഇതെന്ന രീതിയിൽ 25 വീട് കെട്ടിക്കൊടുക്കാൻ ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുകയാണ്. പദ്ധതിക്കായി സർക്കാർ ഭൂമി നൽകിയാൽ എയിമ അതിനനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നിരുന്നാലും സർക്കാരിന് ഭൂമി അനുവദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വതന്ത്രമായി ക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എയിമ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തെ സേവിക്കാനുള്ള എയിമയുടെ ദൗത്യവുമായി യോജിപ്പിക്കുന്ന ഒരു നിർണായക സംരംഭമാണിത്. ഈ വീടുകൾ പരിസ്ഥിതി നിയമങ്ങൾക്കനുസൃതമായി ഉയർന്ന നിലവാരത്തിലാണ് നിർമ്മിക്കേണ്ടതെന്നും ഈ സംരംഭം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും ഇത് പാർപ്പിടം മാത്രമല്ല, പ്രതീക്ഷയുടെയും സ്ഥിരതയുടെയും ഒരു പുതുക്കിയ ബോധം വാഗ്ദാനം ചെയ്യുന്നുവെന്നും ശ്രീ ഗോപാലൻ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ശ്രീ ഗോകുലം ഗ്രൂപ്പുമായുള്ള പങ്കാളിത്തം പദ്ധതി ഏറ്റവും ശ്രദ്ധയോടെയും കാര്യക്ഷമതയോടെയും നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കും. സംസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയും സാമൂഹിക ഉത്തരവാദിത്തവും പ്രകടമാക്കിക്കൊണ്ട് പ്രതിസന്ധിയിലായവർക്ക് അർത്ഥവത്തായ പിന്തുണ നൽകുന്നതിനുള്ള എയിമയുടെ ഈ നടപടികൾ എന്നും ഈ പ്രഖ്യാപനം അടിവരയിടുന്നു. ഭൂമി അനുവദിച്ചു കഴിഞ്ഞാൽ ഈ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും. എയിമയും അതിന്റെ പങ്കാളികളും പദ്ധതി കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ അതിന്റെ പ്രഥമ ദേശീയ നിർവാഹക സമിതി യോഗം 2024 ജൂലൈ 30 വൈകിട്ട് 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് സൂം വഴി ഓൺലൈനായി സംഘടിപ്പിച്ചു. 90 ദിവസത്തെ പ്രവർത്തന പദ്ധതിയുടെ അവതരണം, വിശക്കുന്നവരെ ഊട്ടൽ എന്ന സാമൂഹിക ക്ഷേമ പരിപാടി, സാമ്പത്തിക കണക്കുകളുടെ അവതരണം, ഹൈദരാബാദിൽ നടന്ന NEC-NGC മീറ്റിംഗുകളുടെ വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന അജണ്ട ഇനങ്ങൾ യോഗം ചർച്ച ചെയ്തു. എയിമ കേരള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെ കോഴിക്കോട് ഗോകുലം ഗാലറിയിൽ കർക്കിടക ഗഞ്ഞിമേള സംഘടിപ്പിച്ചു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പേരുകേട്ട ഔഷധകഞ്ഞിയായ കർക്കിടക കഞ്ഞി കഴിക്കുന്നതിന്റെ പരമ്പരാഗത രീതിയാണ് ഈ സാംസ്കാരിക ആരോഗ്യ പരിപാടി ഉയർത്തിക്കാട്ടിയത്. ആയുർവേദ ശില്പശാലകൾ, പരമ്പരാഗത പ്രകടനങ്ങൾ, ഔഷധസസ്യങ്ങളുടെ പ്രദർശനം എന്നിവ കേരളത്തിന്റെ പൈതൃകത്തിന്റെയും ആധുനിക കാലത്തെ പരമ്പരാഗത ആരോഗ്യരീതികളുടെയും പ്രസക്തി ഊന്നിപ്പറയുന്നതായിരുന്നു മേള. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ ഓഗസ്റ്റ് 1 രാജസ്ഥാനിലെ ഭിവാഡിയിൽ വിശക്കുന്നവരെ ഊട്ടൽ എന്ന സംരംഭം ആരംഭിച്ചു. പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയിലുടനീളമുള്ള പട്ടിണിയെ തുടച്ചുമാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ചു. അധസ്ഥിതർക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുക, സാമൂഹിക സേവനം, ഐക്യം, പട്ടിണി നിർമ്മാർജ്ജനം എന്നിവയ്ക്കുള്ള എയിമയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഈ സംരംഭം എല്ലാ സംസ്ഥാന യൂണിറ്റുകളിലും ഒന്നിടവിട്ട അടിസ്ഥാനത്തിലായിരിക്കും നടപ്പിലാക്കുക. രാജസ്ഥാനു പിറകെ ഓഗസ്റ്റ് 2 എയിമ ഛത്തീസ്ഗഡ് യൂണിറ്റും ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് പരിപാടി അരങ്ങേറിയത്. രാജസ്ഥാനിനും ഛത്തീസ്ഗഡിനും പിറകെ ഓഗസ്റ്റ് 3 ഹരിയാനയിലെ ഫരീദാബാദിലും ഓഗസ്റ്റ് 4 ബിഹാർ യൂണിറ്റും ഈ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി. ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, സാമൂഹിക ക്ഷേമ വിഭാഗം സെക്രട്ടറി ശ്രീ അനിൽ നായർ എന്നിവർ അറിയിച്ചു. 2024 ഓഗസ്റ്റ് 4 ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ
എയ്മ ജാർഖണ്ഡ് സ്റ്റേറ്റ് യൂണിറ്റ് ജാർഖണ്ഡിലെ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ നടീൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹരിത ആവരണം വർദ്ധിപ്പിക്കുക, ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ മരങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ചുകൊണ്ട് എയ്മ അംഗങ്ങളും വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഈ സംരംഭത്തിൽ പങ്കെടുത്തു. എയ്മയുടെ ഈ വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.